വചനവായന 1 സാമുവൽ അധ്യായം 13. സാവൂൾ തിരസ്കൃതനാകുന്നു. രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു. അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു. സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3000 പേരെ തെരഞ്ഞെടുത്തു. 2000 പേർ അവനോടൊത്ത് മിക്മാഷിലും ബഥേൽ മലനാട്ടിലും നിന്നു. 1000 പേർ ജോനാഥനോടുകൂടെ ബെഞ്ചമിൻ്റെ ഗിബെയാദേശത്തും ആയിരുന്നു. ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു. ഗേബായിലുള്ള ഫിലിസ്ത്യരുടെ കാവൽ സൈന്യത്തെ ജോനാഥൻ പരാജയപ്പെടുത്തി. ഫിലിസ്ത്യർ അതറിഞ്ഞു. ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവൂൾ രാജ്യമൊട്ടുക്ക് കാഹളം മുഴക്കി. സാവൂൾ ഫിലിസ്ത്യരുടെ കാവൽഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്ത്യർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേല്യർ അറിഞ്ഞു. അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിൻ്റെ അടുക്കൽ വന്നുകൂടി. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. 30,000 രഥങ്ങൾ, 6,000 കുതിരപ്പടയാളികൾ, കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപ്പട. അവർ ബത്താവിന് കിഴക്കുള്ള മിക്മാഷിൽ കൂടാരമടിച്ചു. അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേല്യർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു. ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലെയാദിലും എത്തി. സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു. അനുയായികളാകട്ടെ ഭയചകിതരുമായിരുന്നു. സാവൂൾ സാമുവലിൻ്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു. നീ എന്താണ് ചെയ്തത്? സാമുവൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്ത്യർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു. ഗിൽഗാലിൽ വെച്ച് ഫിലിസ്ത്യർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു. അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. സാമുവൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായകയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. സാമുവൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിൻ്റെ ഗിബെയായിലേക്ക് പോയി. 600ഓളം പേർ മാത്രമേ സാവൂളിനോട് കൂടെ അവശേഷിച്ചിരുന്നുള്ളൂ. സാവൂളും പുത്രൻ ജോനാഥനും ആ ജനങ്ങളും ബെഞ്ചമിൻ്റെ ഗേബാദേശത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യർ മിക്മാഷിലും കൂടാരമടിച്ചു. ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് 3 സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു. ഒരു സംഘം ഷുവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു. മറ്റൊന്ന് ബെത്ത് ഹൊറാനിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബോയിം താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു. ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്ത്യർ മുൻകരുതലെടുത്തിരുന്നു. ഇസ്രായേല്യർക്ക് തങ്ങളുടെ കൊഴു, തൂമ്പ, കോടാലി, അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്ത്യരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു. കൊഴുവിനും തൂമ്പായ്ക്കും മുന്നിൽ 2 ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും 1/3 ഷെക്കലും ആയിരുന്നു നിരക്ക്. യുദ്ധദിവസം സാവൂളിനും പുത്രൻ ജോനാഥനുമൊഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല. ഫിലിസ്ത്യരുടെ കാവൽ സേന മിക്മാഷ് ചുരത്തിലേക്ക് നീങ്ങി.